അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് അടിസ്ഥാനങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് നമ്മുടെ മക്കളെന്നുള്ളത്. അപ്പോൾ ഏതൊരു അനുഗ്രഹത്തിനും നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയാണെങ്കിൽ അത് നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. എന്നാൽ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ എല്ലാ നിഅമത്തുകൾക്കും നമ്മുടെ മേലുള്ള ബാധ്യത ആ നിഅമത്തിന് നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മക്കൾ എന്നുള്ള അനുഗ്രഹം അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയത് അതിൻ്റെ വില മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി കാണിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മക്കളെന്ന അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്, അത് നന്ദി കാണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇനി നന്ദി കാണിച്ചിട്ടില്ലെങ്കിലുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ദീനുൽ ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഓരോരുത്തരും എന്നുവെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അധികാരത്തിൻ്റെ പരിധിയിലുള്ള ചില ആളുകളുണ്ട്. ഉപ്പയാണെങ്കിൽ ആ വീട്ടിലെ ഭാര്യ, മക്കൾ, ഇതൊക്കെ ആ ഉപ്പയുടെ ഭരണത്തിന് കീഴിലാണ്. അതുപോലെ തന്നെ ഉമ്മയുടെ ഭരണത്തിന് കീഴിലാണ് ആ വീട്ടിലെ മക്കൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. എന്നിട്ടോ ഓരോരുത്തരും അവരവർക്ക് പാലിക്കേണ്ട ബാധ്യതകൾ പൂർണ്ണമായി പാലിക്കാതെയാണ് മരണപ്പെടുന്നത്, റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അത് വളരെയധികം ഗൗരവമുള്ള വിഷയമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതുപോലെ പല മുൻഗാമികൾപ്പെട്ട പലരും പറഞ്ഞതായി കാണാം, ചില ഭാര്യമാർ ഖിയാമത്ത് നാളിൽ ഭർത്താക്കന്മാർക്കെതിരെ തിരിയും, ചില പെൺമക്കൾ അവരുടെ ഉപ്പമാർക്കെതിരെ തിരിയും, ചില സഹോദരിമാർ അവരുടെ സഹോദരന്മാർക്കെതിരെ ഖിയാമത്ത് നാളിൽ തിരിയും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, റബ്ബേ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിച്ചു തന്നിരുന്നു, കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കി തന്നിരുന്നു, അതുപോലെ തന്നെ വസ്ത്രവും പാർപ്പിടവും, അങ്ങനെ എനിക്ക് ആ ദുനിയാവിൽ കഴിച്ചുകൂട്ടാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എനിക്ക് ചെയ്തു തന്നിരുന്നു. പക്ഷേ നിന്റെ ദീനിനെ പറ്റി പഠിക്കാൻ ഒരിക്കലും ഒരു സാഹചര്യം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എനിക്ക് ചെയ്തു തന്നിരുന്നില്ല എന്ന് സലഫുകൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീനിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ അവർ നമ്മൾക്കെതിരാകുന്നൊരു സാഹചര്യം വരും. നാളെ അവർ നമ്മൾക്കെതിരാകുന്ന സാഹചര്യം വരും. പരലോകത്തെത്തുമ്പോൾ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, നരകത്തെ കൺമുന്നിൽ കാണുന്ന സന്ദർഭം വരുമ്പോൾ ആ നരകത്തിൽ ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്, ഞാൻ അതിൽ പ്രവേശിക്കേണ്ടി വരുന്നത് ഞാൻ ദീനിനെ പറ്റി ഒന്നും പഠിക്കാത്തത് കൊണ്ടാണ്, ദീനി വിദ്യാഭ്യാസം കരസ്ഥമാക്കാത്തത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് കിട്ടുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ മൊത്തം അവർ ശപിക്കുന്നു മാത്രമല്ല, റബ്ബേ, ഞങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ച ആളുകൾക്ക് നീ ഇരട്ടിയായ ശിക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അല്ലേ? നമ്മളിന്ന് അവരുടെ സൗകര്യങ്ങൾ പരിഗണിച്ചിട്ട്
അവർക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ പ്രയാസമുണ്ട്, ക്ഷീണമാണ്, അല്ലെങ്കിൽ അവർക്ക് വിളിക്കുമ്പോൾ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ പൊന്നുമോ ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ പൊന്നുമോൾ ഉറങ്ങിക്കോട്ടെ, അവരുടെ സുഖലോലുപതയും താല്പര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പരിഗണിച്ച് നമ്മളവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ അങ്ങനെ വളർത്തുമ്പോൾ, ഹറാമുകൾക്ക് കൂട്ടുനിന്ന് വാജിബുകൾ ഒഴിവാക്കുന്നതിൽ യാതൊരു പ്രയാസവും കാണിക്കാതെ അവരുടെ കൂടെ കൂടികളായി അവരുടെ എല്ലാ കാര്യത്തിനും സഹകരിച്ച് നിൽക്കുമ്പോൾ നാളെ അവർ നമ്മുടെ ശത്രുക്കളായി തീരുന്ന രംഗം നമുക്ക് വരാനുണ്ട്. അപ്പോൾ വളരെയധികം നമ്മൾ പേടിക്കണം. നമ്മുടെ മക്കൾ നമുക്ക് എതിരാകുന്ന സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ വളർത്തി വലുതാക്കിയ എല്ലാ പ്രയാസങ്ങളിലും നമ്മൾ താങ്ങും തണലുമായി നിന്നിരുന്ന നമ്മുടെ എല്ലാ വേർപ്പും ചോരയും ഒക്കെ ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ഒഴിവാക്കിയത്, ചെലവഴിച്ചത്, അതേ മക്കൾ നാളെ നമുക്കെതിരെ തിരിയുന്നൊരു രംഗം. അത് നമ്മൾ അവരുടെ വിഷയത്തിൽ റബ്ബിനെ പേടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാണേണ്ടി വരും, നമ്മൾക്കത് അനുഭവിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ അവരുടെ വിഷയത്തിൽ റബ്ബിനെ പേടിക്കുകയാണെങ്കിലോ, റബ്ബ് പാലിച്ച കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിലോ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾക്ക് അവരെ കൊണ്ട് ഒരുപാട് ഹൈറുകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അവരെ കൊണ്ട് ഒരുപാട് ഹൈറുകൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ചിലത് മാത്രം എണ്ണി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ അമലുകളും നിന്നുപോകും. ഏതൊക്കെയാ 3 കാര്യങ്ങൾ? സദഖത്തുൻ ജാരിയ, ഇൽമുൻ യുൻതഫഉ ബിഹി, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ജാരിയായ സദഖത്ത്, എന്നുവെച്ചാൽ ഉപകാരം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സദഖ. കിണർ കുഴിക്കുന്നു, ജനങ്ങൾക്ക് വെള്ളം ഇയാൾ മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും വെള്ളം ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തണൽ മരം, തണൽ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സദഖകൾ. അതേപോലെ തന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. ഇയാളൊരു സംസാരിച്ചു ദീൻ്റെ വിഷയത്തിൽ, അത് ജനങ്ങൾക്ക് ഇപ്പോഴും മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കിതാബ് എഴുതി, ആ കിതാബ് എപ്പോഴും ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 3ാമത് പറഞ്ഞെന്താ? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം, നല്ലൊരു കുട്ടി. എന്നുവെച്ചാൽ ഇവൻ്റെ അമലുകൾ ഈ സാലിഹായ സന്താനം ജീവിച്ചിരിക്കുന്നിടത്തോളം മുറിഞ്ഞു പോകില്ല. ഇവൻ മരിച്ചു, ഇവൻ്റെ ഖബറിലാണ്. പക്ഷേ ഈ സാലിഹായ സന്താനം, ഇവൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവന് ഈ മകൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഒക്കെ പ്രതിഫലം ഉപ്പാക്കും കിട്ടിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? ഉപ്പയാണ് ഈ മകനെ ദീൻ പഠിപ്പിച്ചത്. ഉപ്പ പഠിപ്പിക്കുക പറഞ്ഞാൽ ഉപ്പ മുന്നിലിരുന്നിട്ട് അലിഫും ബാവും ചൊല്ലി പഠിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. ഉപ്പയാണ് എന്ത് ചെയ്തത്? ഇവൻ ഏറ്റവും നല്ല സ്ഥാപനം എന്താണെന്ന് അന്വേഷിച്ച് കൊണ്ടു ചെന്നാക്കിയത് ഉപ്പയാണ്. ആ സ്ഥാപനത്തിൽ പഠനത്തിന് വേണ്ടിയുള്ള ചെലവുകൾ അത് ഏറ്റെടുത്തത് ഉപ്പയാണ്. അങ്ങനെ ഇവൻ്റെ പഠനം പൂർത്തിയാകുന്നത് വരെ ആ പഠനത്തിന് മേൽനോട്ടം നിർവഹിച്ചത് ഉപ്പയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ആ സ്ഥാപനത്തിൽ നിന്ന് കരസ്ഥമാക്കുന്ന എല്ലാ അറിവുകളും, ആ അറിവുകളെ കൊണ്ടുണ്ടാകുന്ന എല്ലാ അമലുകളും, അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രതിഫലം ഉപ്പാൻ്റെ അക്കൗണ്ടിലേക്ക് ഈ മകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം. ഇനിയിപ്പോൾ മകൻ്റെ മകന് ഈ അറിവിൽ നിന്ന് മകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പേരക്കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വല്യുപ്പാക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് അവസാനിക്കൂല. സ്വാലിഹായൊരു സന്താനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹിസാബിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാതെ മരണപ്പെടുന്നത് പോലെയാണ്. ഖിയാമത്ത് നാൾ വരേക്കും അതിലിങ്ങനെ അമലുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മക്കളിൽ ഏതെങ്കിലും ഒരാൾ ഇമാം അഹ്മദിനെ പോലെയോ ഇമാം ഷാഫിഈയെ പോലെയോ അല്ലെങ്കിൽ ഇബ്നു തൈമിയെ പോലെയോ ഇബ്നു ഹജർ, അങ്ങനെ ഏതെങ്കിലും നമ്മളുടെ മക്കളിൽ ഏതെങ്കിലും ഒരാൾ അതുപോലെ നായിത്തീർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആ മക്കളുടെ ആ വലിയ പണ്ഡിതന്റെ ആ അറിവിൽ നിന്ന് ആരൊക്കെ ഉപകാരമെടുക്കുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലം ഇപ്പാക്ക് കിട്ടും. നിങ്ങൾക്കറിയോ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പലരും പല വിഷയങ്ങളും പുരുഷന്മാരുടെ തലയിലേക്ക് ഇടാറ്. അതൊക്കെ ഉപ്പാൻ്റെ ഉത്തരവാദിത്തമാണ്, ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്.
ചരിത്രത്തിൽ നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മൾ ഇന്നും വലിയ ഇമാമിയങ്ങളായി കണക്കാക്കുന്ന വലിയ വലിയ മഹാരഥന്മാർ, അവരൊക്കെയും ചരിത്രത്തിൻ്റെ തങ്കലിപികളാൽ അവരുടെ പേരുകൾ കൊത്തിവെക്കപ്പെടുന്ന അത്രയും വലിയ സ്ഥാനത്തുള്ള ആ വലിയ പണ്ഡിതന്മാർ, അവരിൽ മിക്ക ആളുകളെയും വളർത്തിയെടുത്തത് ഉമ്മമാരാണ്. ഞാൻ ഉദാഹരണത്തിന് ചില പേരുകൾ പറയാം. ഇമാം ഷാഫിഈ റഹിമഹുല്ല, ആ വലിയ പണ്ഡിതനെ വളർത്തിയെടുത്ത അദ്ദേഹത്തിന് ഉമ്മയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ല, ഉമ്മയാണ് വളർത്തിയത്. ഇമാം അഹ്മദ് റഹിമഹുല്ല, ഉമ്മ വളർത്തിയതാണ്. ഇമാം മാലിക് റഹിമഹുല്ല, ഉമ്മ വളർത്തിയതാണ്. എത്ര ആളുകളുണ്ട്. അവരൊക്കെ ജനിക്കുമ്പോൾ അവരുടെ ഉപ്പ ജീവനോടെ ഇല്ല. പലരുടെയും ഉപ്പ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ കുട്ടിയെ ഓരോ കാര്യത്തിലും കൃത്യമായ തർബീയത്ത് കൊടുത്ത് വളർത്തിയെടുക്കുന്നത് ഉമ്മമാരാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു വ്യക്തി ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തിയെ നന്നാവുന്നു, പക്ഷെ ഒരു ഉമ്മ നന്നായാൽ ഒരു കുടുംബമാണ് നന്നാവും. ഉമ്മമാര് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ഏറ്റവും അധികം നിങ്ങളെപ്പോലെ അറിയുന്ന മറ്റാരുമില്ല. പുരുഷന്മാർ ജോലികളിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, അങ്ങാടികളും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉമ്മമാരെ പോലെ മറ്റാർക്കും അറിയുകയില്ല. മക്കളെ ഏറ്റവും അധികം ഉമ്മമാരെക്കാളും സ്വാധീനിക്കുന്ന മറ്റാരുമില്ല. ഒന്നാമത്തെ ഒരു കുട്ടിയുടെ ആദ്യത്തെ മദ്രസ ഉമ്മയാണ്. ഒരു കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ ഉമ്മയാണ്. ആ ഉമ്മയിൽ നിന്ന് സ്വാധീനിക്കുന്നത്രയും ഉമ്മയിൽ നിന്ന് പഠിക്കുന്നത്രയും ആ കുട്ടി മറ്റാരിൽ നിന്ന് പഠിക്കൂല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കിട്ടിയ ഈ മക്കളെന്നുള്ള ഈ അമാനത്ത്, ഈ ബാധ്യത, ഇത് നമ്മൾ കൃത്യമായി നമ്മൾ മുറുകെ പിടിച്ചാൽ നമുക്ക് വലിയ ലാഭങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവനിങ്ങനെ വിചാരണ ചെയ്തിട്ട് ഇവൻ്റെ ദറജകൾ കാണിച്ചു കൊടുക്കണം സ്വർഗത്തിലെ. അപ്പം ഇവനിങ്ങനെ അവൻ്റെ ഓരോ ഇന്ന അമലിന് ഈ ഒരു പ്രതിഫലം, അങ്ങനെ ഓരോരോ അമലുകൾക്ക് ഇങ്ങനെ പ്രതിഫലം ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ അമലുകൾ കഴിയും. ഇവൻ്റെ ജീവിതത്തിൽ ചെയ്ത് കഴിഞ്ഞ അമലുകൾ അത് അവസാനിക്കും. പക്ഷെ പിന്നെയും അവൻ്റെ സ്വർഗത്തിലെ ദർജകൾ പിന്നെയും അവൻ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം അവന് മനസ്സിലാവില്ല. അപ്പം റബ്ബിനോട് ചോദിക്കുക, റബ്ബേ ഇതെങ്ങനെ അന്നാദാലിക്ക്, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കാരണം എന്താണ്, എനിക്ക് എന്ത് കാരണത്താലാണ് ഈ കൂടുതൽ പ്രതിഫലം, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ദർജകൾ എനിക്ക് കിട്ടിയത് എൻ്റെ അമലുകൾ, ഈ അമൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കാരണം ഇതെന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആ വ്യക്തി അള്ളാഹുവോട് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാ, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത കാരണത്താൽ, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത കാരണത്താലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗവാസിയോട് പറയും. മക്കൾക്ക് നമ്മൾ ശരിയായ രൂപത്തിൽ ദീനിയായ തർബീയത്ത് നൽകുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില ആയത്തുകളിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും പറയുന്നതായി കാണാം, ഒരു വീട്ടുകാർ, ഒരു വാപ്പ, മക്കൾ, ഭാര്യ, ഈ ആളുകളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുമ്പോൾ എങ്ങനെ പ്രവേശിപ്പിക്കാം? നമ്മൾ സാധാരണ എന്താ വിചാരിച്ചിട്ടുള്ളത്, സാധാരണ നമ്മുടെ മൈൻഡിലുള്ളത്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു വീട്ടുകാർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ വാപ്പാക്ക് വാപ്പാൻ്റെ ഈമാൻ്റെ ദർജ, ഉമ്മാക്ക് ഉമ്മാൻ്റെ ഈമാൻ്റെ ദർജ, മക്കൾക്ക് മക്കളുടെ ഓരോരുത്തരുടെ ഈമാൻ എത്രയാണോ അതിൻ്റെ ദർജ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അങ്ങനല്ല. അതിലേറ്റവും കൂടുതൽ ഈമാനുള്ള ആൾ ആരാണോ അവരുടെ ദർജയിലേക്ക് ബാക്കി എല്ലാവരും അള്ളാഹു ഒരുമിച്ച് ഉയർത്തും. ഇപ്പം ഈ മക്കളിൽ ഒരാൾ ദീൻ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളിൽ ഒരാൾ ദീൻ പഠിക്കുന്നുണ്ട്, നല്ലോണം ദീൻ്റെ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചു, അതിനനുസരിച്ച് ഇബാദത്തുകൾ അധികരിപ്പിച്ച ഒരാൾ നമ്മുടെ മക്കളിൽ ഒരാളുണ്ട്. ബാക്കിയുള്ളവരൊന്നും അത്രയൊന്നും പഠിച്ചിട്ടില്ല, അത്രയൊന്നും ഇബാദത്തുകളും ഇൽമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മകൻ്റെ ഉയർന്ന പദവിയിലേക്ക് ഈ വീട്ടുകാരെ മൊത്തം ഉയർത്തും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൽമും പഠിക്കാനോ ഒഴിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ചേർന്ന് പഠിക്കാനോ അതിനുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ നമുക്കില്ലെങ്കിൽ നമ്മുടെ മക്കളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ മക്കളെങ്കിലും ആക്കി തീർക്കുക. നമുക്ക് അവരിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? വലിയ ദറജയിലേക്ക് എത്താൻ സാധിക്കും.
അപ്പം നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ തീരെ അലംഭാവം കാണിച്ചുകൂടാ. ഒരിക്കലും അലംഭാവം കാണിച്ചുകൂടാ. നമ്മൾക്ക് അവരോടുള്ള റഹ്മത്ത് അതൊരിക്കലും അവർക്ക് തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസായി മാറിക്കൂടാ. വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ അലംഭാവം കാരണത്താൽ നമ്മുടെ മക്കൾ ചെയ്യുന്ന തിന്മകൾക്കുള്ള ശിക്ഷ അവർക്കും കിട്ടും, നമുക്കും കിട്ടും. നേരത്തെ പറഞ്ഞു, സുബഹി നിസ്കാരം, പ്രായപൂർത്തിയെത്തിയ മകൻ അല്ലെങ്കിൽ മകൾ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ മകൻ നിസ്കരിക്കുന്നില്ല. നമുക്ക് ആ മകനോട് റഹ്മത്ത് തോന്നുകയാണ്. വിളിക്കണ്ട, എഴുന്നേൽപ്പിക്കണ്ട, കുറച്ചു നേരം ഉറങ്ങിക്കോട്ടെ. അങ്ങനെ റഹ്മത്ത് തോന്നി നമ്മൾ അവനെ എഴുന്നേൽപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ മകനും കിട്ടും, ഉപ്പാക്കും കിട്ടും, അല്ലെങ്കിൽ ഉമ്മാക്കും കിട്ടും. അത് വളരെ നമ്മൾ പേടിക്കേണ്ട ഗൗരവമുള്ള വിഷയം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും, മക്കളുടെ വഴികേട് കൊണ്ട്, മക്കളുടെ പരീക്ഷണം കൊണ്ട് റബ്ബ് എന്ത് ചെയ്യും, ഫിത്നയിലാക്കിയേക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലുമാരിൽ ഒന്നാമത്തെ റസൂലാണ്. 950 വർഷം തൻ്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്ത മഹാനായ പ്രവാചകൻ. പക്ഷെ ആ റസൂലിൻ്റെ സ്വന്തം മകൻ പോലും അദ്ദേഹത്തിൻ്റെ വരുതിയിലായിട്ടില്ല. ചിലരെ റബ്ബ് അങ്ങനെ പരീക്ഷിച്ചേക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, പൊതുവിൽ മൊത്തത്തിൽ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനം എന്നുള്ളത്, ഉപ്പമാരും ഉമ്മമാരും എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും ആരും മക്കളും. ഉപ്പമാരും ഉമ്മമാരും എങ്ങനെയായിരിക്കുമോ അതുപോലെ ആയിരിക്കും മക്കളും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കും, മക്കളെ വളർത്തുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം പ്രാർത്ഥിക്കുക എന്നുള്ള. മക്കൾക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി, മക്കൾക്കെതിരല്ല. പലരും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സലാസുൻ ലാ തുറദ്ദു ദഅവതുഹുന്ന, 3 വിഭാഗം ആളുകൾ, അവരുടെ പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. അതിലൊന്നെന്താ, ദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു തള്ളൂല, സ്വീകരിക്കാതിരിക്കൂല. അപ്പം മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലോ അതും അങ്ങനെ തന്നെ. മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അങ്ങനെ തന്നെ. പലരും മക്കളെ ഉപദേശിച്ച് നന്നാവാൻ ഉള്ള ശാസനകൾ കൊടുത്ത് മാറ്റം വരുത്താതിരിക്കുമ്പോൾ, മാറാതെ കാണുമ്പോൾ ഉടനെ തന്നെ ശാപവാക്കുകൾ ചൊരിയുന്ന മാതാപിതാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത് ചില സമയങ്ങളുണ്ട്, അതേതാണ് സമയം നമുക്കറിയില്ല. ആ സമയത്ത് എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അള്ളാഹു അതെന്ത് ചെയ്യില്ല, തള്ളിക്കളയൂല. ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ നമ്മുടെ മകളോട് അല്ലെങ്കിൽ മകനോട് നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നന്നാവൂല. മാതാപിതാക്കളുടെ പ്രാർത്ഥന അത്രയും അപകടം പിടിച്ചതാണ്. ഒരിക്കലും നമ്മുടെ മക്കൾക്കെതിരെ നമ്മൾ ശാപവാക്കുകൾ മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മകന് വേണ്ടി, മകള് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന റബ്ബ് തള്ളിക്കളയൂല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിൽ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് തുടങ്ങുന്ന ധാരാളം പ്രാർത്ഥനകൾ ഖുർആനിലും ഹദീസുകളും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ. അത്തരം പ്രാർത്ഥനകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. ഒരിക്കലും അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, നല്ല റോൾ മോഡലുകളെ നിശ്ചയിച്ചു കൊടുക്കണം. വളരെ ശ്രദ്ധിക്കണം. നമ്മൾക്ക് നല്ല റോൾ മോഡലുകൾ അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഈ പുതിയ ജനറേഷൻ അവർക്ക് പറ്റുന്ന, അവരിൽ ഉണ്ടാവുന്ന ഈ വ്യതിയാനങ്ങൾക്ക് ഏറ്റവും വലിയ കാരണം എന്നുള്ളത്, അവർ റോൾ മോഡലുകളായി കണ്ടു വളരുന്നത് വളരെ മോശപ്പെട്ട ആളുകളെ, വളരെ മോശപ്പെട്ട ആളുകളെയാണ് അവർ റോൾ മോഡലുകളായിട്ട് കാണുന്നത്. സിനിമകളിലൂടെ, കാർട്ടൂണുകളിലൂടെ, ഗെയിമുകളിലൂടെ, മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ അവരുടെ മുന്നിൽ റോൾ മോഡലുകൾ, അവർ കാണുന്ന സമൂഹത്തിൽ വളരെയധികം സ്ഥാനം ലഭിക്കപ്പെടുന്ന, കുറേ ഫോളോവേഴ്സുള്ള, ഒരുപാട് ലൈക്കുകളുള്ള, ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ആളുകൾ വളരെയധികം വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളായിട്ട് അവർ മുന്നിൽ കാണുന്ന റോൾ മോഡലുകൾ അങ്ങേയറ്റം വൃത്തികേടിൻ്റെ, വഴികേടിൻ്റെ ആളുകളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ
ആ വൃത്തികെട്ട റോൾ മോഡലുകളെ പിൻപറ്റാതിരിക്കണമെങ്കിൽ അതിനൊരു ബദല് വേണം. കാരണം ഇത് മനുഷ്യന്റെ ഫിത്തറത്താണ്. മനുഷ്യന്റെ ഫിത്തറത്തിൽപ്പെട്ടതാണ് എന്ത്? എന്തിനെങ്കിലും ഒന്ന് ഒരാളെ അനുകരിക്കുക എന്നുള്ളത്. എന്തിനെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു മേഖലയിൽ അനുകരിക്കുക എന്നത് മനുഷ്യന്റെ ഫിത്തറത്തിൽപ്പെട്ടതാണ്. നമ്മൾ അവിടെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല റോൾ മോഡലുകൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഉറപ്പായും വൃത്തികെട്ട റോൾ മോഡലുകൾ തിരിയും, അവരെ ഫോളോ ചെയ്യും. ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും വസ്ത്രധാരണ രീതിയും അവരുടെ സ്വഭാവ മഹിമകളും ലജ്ജയും നല്ല പെരുമാറ്റ രീതികളും നമ്മുടെ മക്കൾക്ക് മാതൃകയായിട്ടില്ലെങ്കിൽ ആ മക്കൾ സിനിമാ നടിമാരെയും മറ്റുള്ള അങ്ങേയറ്റം വൃത്തികെട്ട പെണ്ണുങ്ങളെയും അവർ പിൻപറ്റും, ഉറപ്പാണ്. നല്ല മാതൃകകൾ നമ്മൾ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുറപ്പായും മോശപ്പെട്ട മാതൃകകളുടെ പുറകെ പോകും. അത് മനുഷ്യന്റെ ഫിത്തറത്താണ്. നമുക്ക് ഏറ്റവും ആദ്യം മാതൃകയാവേണ്ടത് മാതാപിതാക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് അവരുടെ റോൾ മോഡലുകൾ ആരാണെന്നുള്ളത് നമ്മൾ പറയാതെ പറഞ്ഞു കൊടുക്കണം. കഥകളിലൂടെയും ചരിത്രങ്ങളിലൂടെയും ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ അവർ വളർത്തിയെടുക്കണം. നമ്മൾ ചെറുപ്പം മുതലേ മക്കൾക്ക് ഉറങ്ങാൻ പോകുമ്പോൾ കിടക്കാനൊക്കെ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനൊക്കെ പറയുന്ന കഥകൾ എന്തൊക്കെയാണ്? ഒരു ലോജിക്കും ഇല്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത മായാവി കഥകളൊക്കെയാണ്. ഒരിക്കലും നടന്നിട്ടില്ലാത്ത നുണക്കഥകളൊക്കെ. ഒരിക്കലും രാജാവ് ഉണ്ടായിരുന്നു, രാജാവിന് ഇത്ര മക്കളുണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെയായി ഇങ്ങനെയായി. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ നടന്നിട്ട് തന്നെ ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഏറ്റവും നല്ല കഥകൾ, ഖുർആനിലെ കഥകൾ, നബിമാരുടെ, നമ്മൾ ഖുർആൻ നമ്മൾ എടുത്തു നോക്കി ഒരിക്കൽ നമ്മളൊരു അർത്ഥം പറഞ്ഞ് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വായിച്ചു നോക്കി. ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ള വിധിവിലക്കുകളല്ല, ഹറാം ഹലാലുകളല്ല, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ള കൽപ്പനകളോ നിഷേധങ്ങളോ അല്ല. ഖുർആനിൽ ഏറ്റവും കൂടുതലുള്ളത് ചരിത്രങ്ങളാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ഹിദായത്തിന് വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഈ ഖുർആനിൽ എന്തുകൊണ്ട് ഇത്രയധികം ചരിത്രങ്ങൾക്ക് ഒരു മനുഷ്യനെ അത്രയധികം സ്വാധീനിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട്. ആ ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല റോൾ മോഡലുകളാക്കി ഏറ്റവും നല്ല ആളുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അവൻ ഈ ലോകത്ത് ആ റസൂൽ അല്ലാതെ വേറൊരു ഹീറോ ഉണ്ടാവില്ല. അത് കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മികച്ചൊരു വ്യക്തിത്വം ഈ ദുനിയാവിൽ വേറെ ഇല്ല, ഏത് മേഖലയിലാണെങ്കിൽ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരാൾ അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ട ചപ്പുചാറുകളുടെ പുറകെ പോവില്ല, ഉറപ്പാണ്. നമ്മൾ വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്ന് മാറിക്കോളും. നല്ല റോൾ മോഡലുകൾ നമ്മൾ അവരുടെ ഹൃദയത്തിൽ നിശ്ചയിച്ചു കൊടുക്കണം. അവർക്ക് കൃത്യമായ ധാരണ വേണം, ഞങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഞങ്ങൾ ആരെ പോലെയാണ് ആവേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് വ്യക്തിയുടെ ജീവിതം പോലെ എൻ്റെ ജീവിതം ആക്കി തീർക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പലർക്കും ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുന്നത്, സ്വഹാബത്തിനെ അനുകരിക്കുന്നത്, ഇതൊക്കെ ഒരു നാണക്കേടിൻ്റെ ഒരു രണ്ടാം തരം കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വസ്ത്രം ധരിക്കുക, അദ്ദേഹത്തിനെ പോലെ മുഖത്ത് താടി വയ്ക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ പോലെ വസ്ത്രം ധരിക്കുക എന്നുള്ളതൊക്കെ സമൂഹത്തിൽ വളരെയധികം അപരിഷ്കൃതമായ ഒരു പഴഞ്ചൻ കാര്യമായി, അല്ലെങ്കിൽ പുറകോട്ടു പോക്കിൻ്റെ ഒരു വളരെ മോശപ്പെട്ട കാര്യമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരാണ് യഥാർത്ഥത്തിലുള്ള റോൾ മോഡലുകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നല്ല റോൾ മോഡലുകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. എത്രത്തോളം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പോലുള്ള പല സലഫുകളും പറയുന്നത് കാണാം, അഖ്ബാറു സലഫി ജുന്ദും മിൻ ജുനൂദില്ല. സലഫുകളെ സംബന്ധിച്ചുള്ള സംസാരം, അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള അറിവ്, അത് അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടൊരു സൈന്യമാണ് എന്ന് സലഫുകൾ പറയാറുണ്ട്. കാരണം അത്രത്തോളം വലിയ മാറ്റം അത് ഹൃദയങ്ങളിൽ ഉണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ
നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റോൾ മോഡലാക്കി പ്രത്യേകം നിങ്ങൾ ഇവരെ പിൻപറ്റൂ, ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു തന്ന റോൾ മോഡലുകളാണ് സ്വഹാബത്ത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആ സ്വഹാബത്തൊക്കെ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും അവരെങ്ങനെയാണ് നയിച്ചിരുന്നത് നമ്മൾ കൃത്യമായി നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ റോൾ മോഡലുകൾ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അത് അവരുടെ ഹൃദയത്തിൽ റോൾ മോഡലുകളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്തോളും? സ്വാഭാവികമായിട്ട് അവരെ പിൻപറ്റിക്കോളും. നമ്മൾക്ക് പിന്നെ കാര്യമായ ഒരു എഫേർട്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ എടുക്കേണ്ടി വരികയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്ന വേറൊരുപാട് മേഖലകളുണ്ട്, വേറൊരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോക്കുക, നിങ്ങളുടെ മക്കളുടെ ഒരു 24 മണിക്കൂർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഈ 24 മണിക്കൂർ സമയത്തിൽ ഓരോ സമയങ്ങളും ചെലവഴിക്കുന്നത് എന്തിലാണ്, ആരുടെ കൂടെയാണ്? നമ്മളൊന്ന് നോക്കി നോക്കാം. ഏതൊക്കെ ഗ്രൂപ്പുകളിലാണുള്ളത്, ഏതൊക്കെ പേജുകളാണ് ലൈക്ക് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ കണ്ടന്റുകളാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽമർഉ അലാ ദീനി ഖലീലിഹി, ഓരോ വ്യക്തിയും തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. നമ്മൾ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ദീനായിരിക്കും നമുക്കുണ്ടാവും. മലയാളത്തിൽ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അതങ്ങനെയാണ്. ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയകളിൽ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മക്കൾ എങ്ങനെയാണ് നല്ല മക്കളായി വളരുക? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും ഹൃദയങ്ങളിലേക്ക് എത്തുന്ന കാര്യം അതാണ് പിന്നെന്ത് ചെയ്യുക, നമ്മുടെ സംസാരമായും പ്രവർത്തനമായും പുറത്തേക്ക് വരിക. ഇതൊരു പാത്രം പോലെ, ഉള്ളിലേക്ക് എന്തോ ഒഴിക്കുന്നതോ അതാണ് പുറത്തേക്ക് വരിക. ഉള്ളിലേക്ക് കയറുന്നത് ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളാണെങ്കിൽ പുറത്തേക്കും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പം നമ്മൾ വളരെയധികം നമ്മുടെ മക്കളുടെ കണ്ണുകളിലൂടെയും ചെവികളിലൂടെയും എന്തൊക്കെ വൃത്തികേടുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യം നമുക്ക് വേണം. അവരേതൊക്കെ വൃത്തികെട്ട സർക്കിളുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വാട്സപ്പിൽ ഏതെല്ലാം മോശപ്പെട്ട ഗ്രൂപ്പുകളിലുണ്ട്, ഏതൊക്കെ പേജുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കൃത്യമായ ധാരണ നമുക്ക് വേണം. അതല്ലാത്തിടത്തോളം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മുടെ മക്കളിലെ ഷർറുകൾ നമുക്ക് ഒഴിവാക്കാനും നല്ല രൂപത്തിലാക്കിയെടുക്കാനും സാധിക്കില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ വിഷയം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ വളർത്തുന്നതിൽ കാണിച്ചിരുന്നൊരു രീതി, ഒരു രൂപം, അതിൻ്റെ തർബിയത്തിന് അദ്ദേഹം സ്വീകരിച്ച ഒരു മനഹജുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് റഹ്മത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഹ്മത്താണ്. നിങ്ങൾ പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആവശ്യമില്ലാത്ത ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിനും ചീത്ത പറയുകയും അടിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ അനുസരണയിലേക്ക് മക്കളാവൂല, ഒരിക്കലും ആവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരു കാര്യത്തിൽ നിന്ന് റിഫ്ഖ് ഇല്ലാതായി, അനുകമ്പ ഇല്ലാതായി കഴിഞ്ഞാൽ ആ കാര്യം മോശപ്പെട്ടതായിത്തീരും. ഏതൊരു കാര്യത്തിൽ റിഫ്ഖ് വന്നാൽ ആ കാര്യം ഭംഗിയുള്ളതായിത്തീരും. മാ കാന റിഫ്ഖു ഫീ ഷൈഇൻ ഇല്ലാ സാന വമാ നുസിഅ മിൻ ഷൈഇൻ ഇല്ലാ ഷാന. എന്തൊരു കാര്യത്തിലും, അത് മക്കൾ വളർത്തുന്നതിലോ എന്തൊരു കാര്യത്തിലും റിഫ്ഖ് ഉണ്ടെങ്കിൽ അത് ഭംഗിയുള്ളതായിത്തീരും. റിഫ്ഖ് നഷ്ടപ്പെട്ടാൽ അത് വളരെ മോശമുള്ളതായിത്തീരും. എന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ള, അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ശക്തമായി ശാസിക്കേണ്ട വിഷയങ്ങളിലേ ശാസിക്കാവൂ. അങ്ങേയറ്റം ശക്തമായ, നമ്മൾ ശക്തമായ വളരെ ഗൗരവത്തിൽ ദേഷ്യം പിടിച്ച് പ്രതികരിക്കേണ്ട, അങ്ങനെ അത്രയും പേടിപ്പിക്കേണ്ട വിഷയത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ എന്താ പറയുക, അങ്ങേയറ്റത്തെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അടിക്കുക എന്നുള്ളത്.
അടി എന്നുള്ളത് പലരും വിചാരിച്ചിട്ടുള്ളത് എൻ്റെ മകനല്ലേ എൻ്റെ മകളല്ലേ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ അടിക്കാം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് പലർക്കും ഉള്ളത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെയോ മക്കളെയോ അടിമകളെ പോലും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. അതിനർത്ഥം തീരെ അടിക്കാൻ പാടില്ല എന്നാണോ? അല്ല, അത് ഏറ്റവും അവസാനത്തെ പടിയാണ്, ഏറ്റവും അവസാനത്തെ പടിയാണ്. അങ്ങനെ അവസാനത്തെ പടിയിലേക്ക് എത്തി ഇനി അടിക്കുമ്പോൾ പോലും എന്ത് ചെയ്യാൻ പാടില്ല, എല്ല് പൊട്ടുന്ന തൊലി പൊളിയുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. അതിനതിൻ്റേതായ മര്യാദകളുണ്ട്, വിധിവിലക്കുകളുണ്ട്. വളരെ സൂക്ഷിച്ചും നോക്കിയും മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപ്പം ഇങ്ങനെ ചെയ്യാതായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വളരെ ശക്തമായി ശാസിച്ച് വളർത്തണമെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? അവിടെ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നറിയോ? നമ്മൾ ഗൗരവമുള്ള വിഷയത്തിന് ശാസിക്കുമ്പോൾ പോലും ആ ശാസനയുടെ ഗൗരവം ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വളരെ ഗൗരവമുള്ള വിഷയത്തിന് നമ്മൾ ആ കുട്ടിയെ ശാസിക്കുമ്പോൾ പോലും ആ ശാസനയുടെ ഗൗരവം ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. എന്നാൽ വിട്ടുകൊടുക്കാൻ പറ്റുന്ന വിഷയങ്ങളിലൊക്കെ പരമാവധി വിട്ടുകൊടുത്ത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയത്തിൽ മാത്രം ശാസിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പോൾ അത് അനുസരിക്കുന്നില്ലെങ്കിലും അവനതിൻ്റെ ഗൗരവം മനസ്സിലുണ്ടാവും. അത് വളരെ ഗൗരവപ്പെട്ട കാര്യം. എൻ്റെ ഉപ്പ എല്ലാ കാര്യത്തിലും എന്നോട് ഇങ്ങനെ വഴക്ക് പറയാറില്ല, എന്നോടിങ്ങനെ ശാസിക്കാറില്ല. ഇത്രയും ഗൗരവമുള്ള വിഷയം, അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് എന്നോടിങ്ങനെ ശാസിക്കുന്ന വഴക്ക് പറയുന്നത് എന്നാ തിരിച്ചറിവ് കുട്ടിക്ക് കിട്ടും. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മക്കളോട് റഹ്മത്തില്ലാത്തല്ലേ, പല മക്കളും വളരെയധികം മാനസികമായി എന്താ പറയുക, ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് പലർക്കും. കാരണം വീട്ടിൽ നിന്ന് കിട്ടേണ്ട ലാളനയും അല്ലെങ്കിൽ ആ ഒരു റഹ്മത്ത്, അനുകമ്പയൊന്നും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലേ? ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്വഹാബി, ഒരു അറാബി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി ഓടി വന്ന് മടിയിലേക്ക് ഓടി വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പേരക്കുട്ടി മടിയിൽ വന്നിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ചുംബിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടിട്ട് ഈ അറാബി അത്ഭുതത്തോടെ ചോദിക്കണം, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറുണ്ടോ? എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, അതിലൊരാളെ പോലും ഞാൻ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതറിയോ? വളരെ ശക്തമായ രൂപത്തിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് റഹ്മത്തിനെ എടുത്തു കളഞ്ഞാൽ എനിക്കെന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹ് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, പ്രതികരിച്ചത്. മക്കളോട് റഹ്മത്ത് കാണിക്കുക എന്നുള്ളതാണ് അസ്ല്. എപ്പോഴും റഹ്മത്ത് കാണിക്കുന്നവരാവുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. വളരെയധികം പ്രധാനപ്പെട്ട അങ്ങേയറ്റം ശാസിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമേ മക്കളെ ശാസിക്കും, പരമാവധി വിട്ടുകൊടുക്കുക. ഇപ്പം ഏതുപോലെ, ഉദാഹരണത്തിന് വാജിബുകൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശാസിക്കാം, ഹറാമുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശാസിക്കാം, അല്ലെങ്കിൽ വഴക്ക് പറയാം, അല്ലെങ്കിൽ അടിക്കുകയാണെങ്കിൽ അടിക്കാം, അതിൻ്റെതായ മര്യാദകൾ പാലിച്ചുകൊണ്ട് ചെറിയ രൂപത്തിൽ, വേദനയാകുന്ന രൂപത്തിൽ ചെറിയ ഒരളവ് അടിയടിക്കാം. അതിൻ്റെ വിശ്വാസം പഠിപ്പിച്ചെന്താ, നിങ്ങൾ മക്കളെ 7 വയസ്സാകുമ്പോൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. ശ്രദ്ധിച്ചു നോക്കി, 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയും നിസ്കരിക്കാൻ കൽപ്പിക്കൽ മാത്രം. 3 വർഷക്കാലം അടിക്കുന്നില്ല. 3 വർഷവും കൽപ്പിച്ചിട്ടും അവൻ അനുസരിക്കുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അടി തുടങ്ങുന്നത്. നമ്മൾ എത്ര പേര് ഈ ഒരു ഇത്രയും കാലയളവ് മക്കളുടെ വിഷയത്തിൽ കാത്തിരിക്കുന്ന, ഒരു അവധാനത കാണിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് നമ്മൾ റോബോട്ട്, എന്താ പറയുക, നമ്മൾ കൽപ്പന കൊടുത്തിട്ട് ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്ന പോലെയാണ് പലരും മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ ഇപ്പം തന്നെ അങ്ങനെ ചെയ്യണം. അതൊന്നും ഒരിക്കലും എന്തല്ല, ദീൻ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളല്ല. വളരെയധികം മക്കളോട് റഹ്മത്ത് കാണിക്കണം, വളരെയധികം മക്കളോട് റഹ്മത്ത് കാണിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ത്, നമ്മുടെ
മക്കളിലൂടെ ഒരാൾ വഴികേടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഹറാമിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അപകടം. നമ്മുടെ മക്കളെ കൊണ്ട് ഒരാൾ തിന്മയിലേക്ക് എത്താം, നമ്മുടെ മക്കളിലൂടെ ഒരാൾ വഴികേടിലേക്ക് എത്താം. അത് അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഒരാൾ ഒരു തിന്മയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ തിന്മയിലേക്ക് ക്ഷണം സ്വീകരിച്ച് ആ തിന്മയിൽ പ്രവേശിച്ച ആളുകളുടെ ശിക്ഷക്കാർക്ക് കിട്ടും, ഈ തിന്മയിലേക്ക് പ്രവേശിച്ച ആൾക്ക് കിട്ടും. ഒരാളൊരു തിന്മയിലേക്ക് ക്ഷണിക്കാം, അപ്പം എന്ത് ചെയ്യണം, അവൻ ആ ക്ഷണം സ്വീകരിച്ച തിന്മയിലേക്ക് അവനും പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിച്ചാൽ ഈ ക്ഷണിച്ചവൻ എന്ത് ചെയ്യും, ആ പ്രവേശിച്ചവന് ശിക്ഷ കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ മറ്റൊരാളെ തിന്മയിലേക്ക് വീഴ്ത്തിക്കുന്ന, മറ്റൊരാളെ ഹറാമുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറുക എന്നുള്ളത് വലിയ അപകടമാണ്. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് പല സ്ത്രീകളും അവരുടെ പെൺമക്കൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ സ്ത്രീകൾ വളരെ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. എന്നാൽ പ്രായപൂർത്തിയെത്തിയ ചെറുപ്പക്കാരികളായിട്ടുള്ള മക്കൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, വളരെ മോശപ്പെട്ട രൂപത്തിൽ, ആകർഷണമൊക്കെ പുറത്തേക്ക് പ്രകടമാവുന്ന രൂപത്തിൽ, വളരെ അലങ്കാരം തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും. ഇത്തരം നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് ആർക്കൊക്കെ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാവുന്നുവോ അവർക്ക് അതിൻ്റെയൊക്കെ കുറ്റം ഈ പെൺകുട്ടിക്ക് മാത്രമല്ല, പെൺകുട്ടിൻ്റെ ഉമ്മാക്കും കിട്ടും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഉപ്പാക്കും കിട്ടും. അപ്പോൾ മക്കളെ വളരെ നമ്മൾ എന്ത് ചെയ്യണം, അവരിലൂടെ മറ്റൊരാൾ തിന്മയിലേക്ക് എത്തുന്നത്, മോശപ്പെട്ട കാര്യത്തിലേക്ക് എത്തുന്നത് വളരെയധികം നമ്മൾ പേടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കളെ നമ്മൾ ചെറുപ്പം മുതലേ വളർത്തിയെടുക്കുമ്പോൾ ഏറ്റവും നല്ല ചെറുപ്പം അവർക്ക് നൽകണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, ചെറിയ മക്കളല്ലേ, അവർ വളരെ ചെറിയ പ്രായമല്ലേ എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യരുത്, മോശപ്പെട്ട വൃത്തികെട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. പല ആളുകളും അവരുടെ പെൺമക്കളുടെ വിഷയത്തിൽ വസ്ത്രധാരണം വളരെ മോശപ്പെട്ട, അങ്ങേയറ്റം വൃത്തികെട്ട രൂപത്തിലുള്ള വസ്ത്രധാരണം, ചെറിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വളരെ വലിയ വിവാഹ സദസ്സുകളിലും മറ്റുള്ള വേദികളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പെൺമക്കളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമെന്ന് സംഭവിക്കാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, അതിലൂടെ ആ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ശീലിച്ച് അവളുടെ നാണം, ലജ്ജ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അത് ആ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെറിയ സമയം, ഇപ്പോൾ ഒരു ചെറിയൊരു ചെടി, ആ ചെടി മണ്ണിൽ നിന്ന് എന്താ പറയുക വളർന്നു വരുമ്പോൾ, ഉയർന്നു വരുന്ന സമയത്ത് അത് വലിയൊരു മരമാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ അതിനെ വളയ്ക്കാനും തിരിക്കാനും ഒടിക്കാനൊക്കെ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. എന്നാൽ അത് വലിയ മരമായി കഴിഞ്ഞാലോ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനെ തിരിച്ച് വളയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ചെറുപ്പത്തിലെ ശീലം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മക്കളെ ചെറിയ പ്രായമാകുന്ന സമയത്ത് തന്നെ നല്ല ശീലങ്ങളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ നമ്മൾ ആരോഗ്യപരമായി എന്ന് വെച്ചാൽ ശാരീരികപരമായി നമ്മൾ സംരക്ഷിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാൻ, രോഗങ്ങൾ വരുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും പലപ്പോഴും വിട്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, അവരുടെ എന്താ പറയുക മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളും ആനന്ദങ്ങളും ആരോഗ്യവും പലപ്പോഴും പല രക്ഷിതാക്കളും ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇന്ന് എത്രയോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ പോലും എന്ത് ചെയ്യാറുണ്ട്, കൗൺസിലിങ്ങിനും മറ്റുമൊക്കെ എന്താ ഈ ഡിപ്രഷനായിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളായിട്ടും, പണ്ട് കാലങ്ങൾ വലിയ ജോലിത്തെ ഭാരങ്ങളും അങ്ങനെ വലിയ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ മാത്രം അനുഭവിച്ചിരുന്ന പല മാനസിക പ്രയാസങ്ങളും ഇന്ന് ചെറിയ കുട്ടികൾ പോലും എന്ത് ചെയ്യണം അനുഭവിക്കുക നമ്മൾ കൺമുന്നിൽ കാണാം. അത് എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ചില രക്ഷിതാക്കൾ വളരെയധികം വിശാലത കൊടുക്കും, ഹറാമായത് ചെയ്യാൻ സമ്മതിക്കും, വാജിബുകൾ ചെയ്യാൻ എന്ത് ചെയ്യില്ല
തീരെ ഗൗരവം കൊടുക്കില്ല. എന്നാൽ വേറെ ചില രക്ഷിതാക്കൾ നേരെ തിരിച്ചാണ്, ഒന്നും ചെയ്യാൻ സമ്മതിക്കൂല, തിരിയാനും പറ്റൂല, അനങ്ങാനും പറ്റൂല, ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത രക്ഷിതാക്കളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് അവരുടെ പ്രായം പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ വീട്ടിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കളിപ്പാവകളുമായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? കളിപ്പാട്ടങ്ങളുമായിട്ടാണ് അവർ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. അതേപോലെ തന്നെ അവർ പള്ളിയിൽ പെരുന്നാളിന് ദിവസം പള്ളിയിൽ എന്തോ ഹബശികൾ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത് കാണാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? തൻ്റെ മുതുകിൻ്റെ പുറകിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിർത്തി ആ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തുകൂടെ എന്ത് ചെയ്യണം? ആയിഷ റളിയല്ലാഹു അൻഹ ആ കാഴ്ചകൾ കാണാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മതിയാകുവോളം ആ കാഴ്ച കാണാൻ അവിടെ നിന്ന് കൊടുക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അവർ കാണാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? മുമ്പിൽ മറയായി നിൽക്കുന്നത്. ഇവർക്കാണെങ്കിൽ ആ ചെറിയൊരു ഗ്യാപ്പിലൂടെ അവിടെ നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ കാണാനും സാധിക്കും. എന്ന് വെച്ചാൽ ആ ഒരു പ്രായത്തിന് എന്തുണ്ട്? അതിൻ്റേതായ കുറേ പോരായ്മകളും വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ വലുതായി നമുക്കതൊന്നും ആവശ്യമില്ല, നമുക്കതൊക്കെ ഇല്ലാണ്ട് പറ്റുമെന്നുള്ളത് കൊണ്ട് മക്കളെയും അതേ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? കണക്കാക്കരുത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ചെയ്യരുത് എന്ന് മാത്രം കേൾക്കാൻ മക്കൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ചെറിയ കുട്ടികളുടെ മെൻറ്റാലിറ്റിയാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എപ്പോഴും ഇത് മാത്രം കേൾക്കുന്നത് അത് കുട്ടികൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് നല്ല കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്യും എന്ന് കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ലോണം. അത് അവരുടെ ഒരു സൈക്കോളജിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് നല്ലോണം പ്രോത്സാഹനം കൊടുക്കണം. നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് സംസാരിക്കാൻ അവർക്ക് യാതൊരു തടസ്സമുണ്ട്, പേടിയുണ്ടാവരുത്. ചിലർക്ക് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ഡിസ്റ്റൻസാണ് മക്കൾക്ക്. മാതാപിതാക്കൾ എന്തെങ്കിലും കാര്യം സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റൂല, ഭയങ്കര പേടിയാണ്. എന്തെങ്കിലും വളഞ്ഞ രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒന്നും പറയും, മുണ്ടും, അത്രയേ ഉള്ളൂ. ഒരിക്കലും മാതാപിതാക്കളായിട്ട് അടുത്തിടപഴകുകയോ ഒന്നുമില്ല. അത് അങ്ങനെയുള്ള പേടികളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് അതൊക്കെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നുവെച്ചാൽ എൻ്റെ കുട്ടി അവൻ ഹറാമ് ചെയ്യുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മുഖം ചുവക്കുകയുള്ളൂ, മുഖം കറുക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം എൻ്റെ മുഖം വളരെ സന്തോഷത്തിലായിരിക്കും. എനിക്കെൻ്റെ കുട്ടി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അവനെ അടുത്തിരുത്തും, എനിക്ക് അവനോടൊരു പ്രശ്നമില്ല എന്നുള്ളത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ബോധ്യപ്പെടണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉപ്പാനടുത്തേക്കും ഉമ്മാനടുത്തേക്കും മക്കൾക്ക് ഓടി വരാൻ സാധിക്കണം. അങ്ങനെ ഓടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അവരുടെ ഉള്ളു തുറന്ന് അവരെല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയാണ് മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കുക. ഇത് മക്കൾക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം മക്കളെ വളർത്തുന്ന ആ രൂപത്തിലാണ്. ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചോട്ടെ, ഉപ്പ വന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്തിനേതിനും എന്ത് ചെയ്യണം? മക്കളെ പേടിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഉപ്പ വന്നാൽ പറഞ്ഞു കൊടുക്കും. അവിടെ ഉപ്പ എന്നുള്ളതൊരു പേടി സ്വപ്നമാക്കി മക്കളെ മാറ്റുകയാണ്. എന്ത് ചെറിയ വിഷയങ്ങൾ, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്താ, ആ കുട്ടിക്ക് വയറ് നിന്നിട്ട് വിശക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, അത്രയേ ഉള്ളൂ. കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നില്ല. കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്ന അളവ് മാത്രം നിർബന്ധിച്ച് കൊടുത്താൽ മതി, ബാക്കി നിർബന്ധിക്കേണ്ട. അതിനും ഒരിക്കലും എന്ത് ചെയ്യണം? ഉപ്പാൻ്റെ പേര് പറഞ്ഞിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? മക്കളെ പേടിപ്പിക്കേണ്ടത്. കഴിക്കണം കേട്ടോ മോനെ, അല്ലെങ്കിൽ വയ്യാതാവും, രോഗം വരും, പനി വരും, അത് വരും, അങ്ങനെ ഉള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? മക്കളെ കഴിപ്പിച്ചാൽ മതി. അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഓരോ വിഷയം നമുക്ക് നമ്മുടെ മക്കളുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ ഉണ്ടാക്കരുത്. മക്കൾ നമ്മളോട് ക്ലോസ് ആയിരിക്കണം, വളരെ അടുത്ത ഒരു രൂപത്തിലായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നല്ല കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ല കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം നമുക്ക് നമ്മുടെ അടുക്കൽ ഓടി വന്ന് സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് കാണുന്ന പല കൗൺസിലിംഗ് സെൻ്ററുകളും പല ഇത്തരം കാര്യങ്ങളും സൈക്കാട്രിസ്റ്റുകളും ഇവരടുക്കലേക്ക് പോകുന്ന ചെറുപ്പക്കാർ മിക്കതും മാതാപിതാക്കളുടെ അടുക്കൽ സംസാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പാനോടും ഉമ്മാനോടും ഒന്ന് പങ്കിട്ടാൽ
തീരാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരം കാര്യങ്ങൾ പങ്കിടാൻ ഉപ്പാക്ക് പറ്റൂല. കാരണം ഉപ്പ എന്നുള്ളത് കുട്ടിയുടെ മനസ്സിലൊരു വലിയ പേടി സ്വപ്നം. അല്ലെങ്കിൽ ഉമ്മാനടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂല എന്നൊരു ചിന്തയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങളിൽ ഒന്നിലും നമ്മളെടുക്കൽ ഒരു നെഗറ്റീവും കിട്ടൂല, ആ കുട്ടിക്ക് കാണേണ്ടി വരൂല എന്ന് ആ കുട്ടിക്ക് ഉറച്ച ബോധ്യം വരുന്ന രൂപത്തിൽ നമ്മൾ ആ മക്കളോട് പെരുമാറും. നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മുഴുവൻ സപ്പോർട്ട് ഉണ്ടാവും എന്നാൽ കുട്ടിക്ക് എന്ത് ചെയ്യണം? ഉറച്ച ബോധ്യം വരണം. എന്നാൽ മോശമാണെങ്കിൽ നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കൂല, ഒരിക്കലും അംഗീകരിക്കൂല, ശക്തമായി വഴക്ക് പറയും. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ചറിയാൻ സാധിക്കും ഇത് മോശം, ഞാൻ അങ്ങനെ വിചാരിച്ച് ശരിയായില്ല എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ വളരെയധികം നമ്മുടെ മക്കളുടെ തർബീയത്തിൽ വളരെ വലിയ പങ്ക് മാതാപിതാക്കൾക്കുണ്ട്. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടികൾക്ക് പോലും വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. നിങ്ങൾക്കറിയില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ കുറച്ച് വയസ്സേ ഉള്ളൂ, 7-8 വയസ്സെന്തോ ഉള്ളൂ, ചെറിയ പ്രായമുള്ളൂ. ആ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണെന്ത്? യാ ഗുലാം, ഈ കുട്ടിയെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്താ കുറച്ച് കാര്യങ്ങൾ? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്താ? ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെന്ത് ചെയ്യും? സംരക്ഷിക്കും. വഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് അള്ളാഹുവിന് നിന്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കുന്നവനായി നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയോ? വഅലം, നീ അറിയണം, ലൗ അന്നൽ ഉമ്മത ജതമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നീ അറിയണം മോനെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും, ഈ ഉമ്മത്ത് മുഴുവൻ നിനക്ക് ഒരു ഖൈറ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാൻ എല്ലാവരും അതിനുവേണ്ടി ഒരുമിച്ച് ചേരുകയാണ്. അങ്ങനെ ചേർന്നാൽ പോലും അള്ളാഹു നിനക്ക് എന്താണോ കണക്കാക്കിയത് അതല്ലാത്തൊരു ഖൈറും അവർക്ക് നിനക്ക് എത്തിച്ചു തരാൻ കഴിയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചും അവരെല്ലാവരും നിനക്കൊരു ഷർറ്, നിന്നെ ഉപദ്രവിക്കാൻ ഒരുമിച്ച് ചേരുക, എല്ലാവരും നിനക്കെതിരാണ്. അങ്ങനെ ആയാൽ പോലും അള്ളാഹു കണക്കാക്കാത്തൊരു ഷർറും അവർക്ക് നിനക്ക് എത്തിക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയ ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു കൊടുക്കുക. ചെറിയ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ എത്ര മക്കൾക്ക് തൗഹീദ് അറിയാം? ചെറിയ കുട്ടികൾക്ക്. അവൻ ചെറുതല്ലേ, അവനിതൊന്നും അറിയാനായിട്ടില്ല. അവനെല്ലാം ഈ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നുണ്ടാവും. എല്ലാ കാറുകളും അറിയാം, എല്ലാ ഗെയിമുകളും അറിയാം, എല്ലാ സ്ഥലങ്ങളും അറിയാം, എല്ലാ ഭക്ഷണങ്ങളും അറിയാം, എല്ലാം അവനറിയാം. പക്ഷെ ഇതറിയാനായിട്ടില്ല. ചില മാതാപിതാക്കൾ അങ്ങനെയാണ്. അവൻ ചെറുതല്ലേ, അവനതൊന്നും പറഞ്ഞാൽ അറിയാനായിട്ടില്ല എന്ന് പറയും. പല കാര്യങ്ങളും മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചെടുക്കുമ്പോൾ അത് അത്ര വലിയ സൂറത്തൊന്നും മകനും പഠിക്കാൻ കഴിയില്ല. മകൻ എത്രയോ സിനിമാ പാട്ടുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അത് പഠിക്കാൻ കഴിയുന്ന മകന് ചെറിയൊരു സൂറത്ത് പഠിക്കാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ചെറുപ്പത്തിലാണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവുക, മനസ്സിലാക്കാനും അതുപോലെ തന്നെ മനഃപ്പാടമാക്കാനും ഒക്കെ കൂടുതൽ മനുഷ്യന് കപ്പാസിറ്റി ഉണ്ടാവുക ചെറുപ്പത്തിലാണ്. സലഫുകൾ പറയാറുണ്ട്, അൽ ഇൽമു ഫിസ്സിഗരി കന്നഖ്ശി ഫിൽ ഹജർ, ചെറുപ്പത്തിലുള്ള അറിവെന്നുള്ളത് കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ അതവിടെ നിൽക്കും, മായാതെ നിൽക്കും. ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാ സൃഷ്ടികളെ കാണുമ്പോൾ, ആനയെ കാണുമ്പോൾ അതിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആകാശത്തെ കാണുമ്പോൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് പറഞ്ഞു കൊടുക്കണം. ചന്ദ്രനെ കാണുമ്പോൾ, സൂര്യനെ കാണുമ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമായി കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ
നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ എന്നിങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ മക്കൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ മക്കൾ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പോലെ ചെയ്യണം, ഇവർ പറയുന്നത് പോലെ പറയണം എന്ന് മക്കൾ പലതും കണ്ടുപോകുമ്പോൾ, അവർ പലതും അറിയുമ്പോൾ, കാണുമ്പോൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അത് ചെയ്യാൻ പാടില്ല, അത് മോശം കാര്യമാണ്, കാരണം അള്ളാഹുവിനതെന്തില്ല, ഇഷ്ടമല്ല, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾക്കത് മനസ്സിലാവും. നമ്മൾ ഇല്ലാത്ത പല ന്യായീകരണങ്ങളും പറയുമ്പോൾ അത് മക്കളുടെ ഹൃദയത്തെ വക്രീകരിക്കുകയാണ്, തെറ്റായ രൂപത്തിലേക്ക് ആക്കുകയാണ്. നമ്മൾ ഉള്ള രൂപത്തിൽ കൃത്യമായി കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. മോനെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അവർ പറയുന്ന പോലെ പറയാൻ പാടില്ല, കാരണം അള്ളാഹുവിനത് ഇഷ്ടമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വളർത്തുമ്പോഴാണ് നമ്മൾക്ക് മക്കളെ ശരിയായ രൂപത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം സാധാരണ ആളുകൾ പലതും ഇല്ലാത്ത പല ന്യായീകരണങ്ങളും പറഞ്ഞിട്ടാണ്. ചിലരെന്ത് ചെയ്യും, ഉള്ള ന്യായീകരണങ്ങൾ പറയും, ചിലർ കളവുകൾ പറയും. അതൊക്കെ കുറേ പൈസ വേണം മോനെ, നമുക്കങ്ങനൊന്നും ചെയ്യാനുള്ള പൈസ ഒന്നുമില്ല, പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ? പക്ഷെ നമുക്ക് എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് കൃത്യമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്താണ് നമ്മൾക്കതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സിമ്പിളായി അവരുടെ മൈൻഡിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ ഒരിക്കലും എന്ത് ചെയ്ത് പറഞ്ഞു അതവരെ കൺഫ്യൂഷനിലേക്ക് എത്തിക്കും, തെറ്റായ അവസ്ഥയിലേക്ക്. അവരുടെ മൈൻഡിന് മൊത്തം സ്റ്റേബിൾ അല്ലാത്ത പല ആളുകളും ദീനിൽ നിന്ന് വിട്ടുപോകുന്നതിൽ കാരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെറുപ്പത്തിൽ ഇതുപോലെ കിട്ടുന്ന പല തെറ്റായ തർബിയത്തുകളാണ്. അവർ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യാൻ പാടില്ല, കാരണം ഇതിങ്ങനെയാണ്, ഇന്നൊരു റീസണെ മനസ്സിലാക്കി, തെറ്റായ റീസണായിരിക്കും. പഠിച്ചു വരുമ്പോൾ കുറേ കഴിയുമ്പോൾ മനസ്സിലായി ഈ റീസൺ കൊണ്ടല്ല, ഇത് ഇന്നൊരു റീസൺ കൊണ്ടാണ് ചെയ്യാൻ പാടില്ലാത്തത്, വേറൊരു കാര്യം ചെയ്യാൻ പാടും. ഇങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യണം, മൊത്തത്തിൽ അവരുടെ മനസ്സിലത് കൺഫ്യൂഷനായിത്തീരുക. ദീനിൽ തന്നെ പല ആളുകളും ദീനിനോട് വിമുഖത കാണിച്ച് ദീനില്ലാത്ത ആളുകളായി തീരുന്നതിന് കാരണം അതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായ തർബീയത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ മക്കളുടെ ദീനും ദുനിയാവൊക്കെ സംരക്ഷിക്കാൻ അങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയില്ല സൂറത്തുൽ ലുഖ്മാൻ, അതിൽ അദ്ദേഹം സ്വാലിഹായ വ്യക്തി, അദ്ദേഹം നബിയാണെന്നുള്ളതിലേക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ, അദ്ദേഹം വിളിക്കുന്നത് തന്നെ യാ ബുനയ്യ, പൊന്നുമോനെ, ചെറിയ മോനെ. ബുനയ്യ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. അത് പ്രായം കൊണ്ട് അത്രയും ചെറിയ ഓമനിച്ച് വിളിക്കുന്ന വിളിപ്പേരാണ് ബുനയ്യ. ആ പൊന്നുമോനെ വിളിച്ച്, ചെറിയ മോനെ വിളിച്ചിട്ട് അദ്ദേഹം ഒന്നാമത് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ലാ തുശ്രിക് ബില്ലാ, മോനെ നീ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അവിടെ തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ എന്ത് ചെയ്യണം, ആ രൂപത്തിൽ വളർത്തിയെടുക്കുകയാണ്, ശരിയായ തർബീയത്ത് കൊടുത്ത് വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ, ആ മക്കളിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഈ അമാനത്ത് ഏറ്റവും കൃത്യമായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓരോരുത്തരും, ഓരോ മാതാപിതാക്കളും. ആ മാതാപിതാക്കളിൽ ഓരോരുത്തരും മക്കളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് എത്തുമ്പോൾ ഈ മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയുമ്പോൾ നമുക്ക് കൃത്യമായി ന്യായം പറയാനുണ്ടാവണം. റബ്ബേ, ഞാൻ എൻ്റെ മകന് ഇങ്ങനെയൊക്കെ ദീനിൻ്റെ കൃത്യമായ അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു, കൃത്യമായി കാര്യങ്ങളൊക്കെ ഞാൻ അവനെത്തിച്ചു കൊടുത്തിരുന്നു, അവനതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിരുന്നു, അവനെല്ലാ ഹറാമുകളും ഞാൻ വിലക്കിയിരുന്നു, എല്ലാ വാജിബുകൾ ചെയ്യാനുള്ള പ്രോത്സാഹനവും സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും അവനിങ്ങനെ ആയത്, എന്നെ ധിക്കരിച്ചിട്ടായതാണ് എന്ന ന്യായം പറയാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അല്ലെങ്കിൽ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ മാത്രമല്ല എന്ത് ചെയ്യുക, നരകത്തിലേക്ക് എത്തുക. അവരുടെ ശിക്ഷണത്തിൽ, തർബീയത്തിൽ വീഴ്ച വരുത്തിയ മാതാപിതാക്കളും അതിന് കുറ്റക്കാരാകും. അപ്പം ഈ ഒരു പേടി നമുക്ക് വേണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ ഈ മക്കളെ അള്ളാഹുവിനനുസരിക്കുന്ന രൂപത്തിലാക്കി വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമ ഉണ്ടാക്കുന്ന, പരലോകത്തിൽ നമുക്ക് നമ്മുടെ ദർജകൾ വർദ്ധിപ്പിച്ചു തരുന്ന
നമുക്ക് അനുകൂലമായി മാത്രം സംസാരിക്കുന്ന സന്താനങ്ങളാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെ മക്കളെയും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ ഒരുപാട് പോരായ്മകളും അല്ലെങ്കിൽ അബദ്ധങ്ങളും അതുപോലെ തന്നെ മോശപ്പെട്ട സ്വഭാവ പെരുമാറ്റ മര്യാദകളൊക്കെ ഉണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം അവർക്ക് നന്നാക്കി കൊടുക്കുകയും ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും സ്വഭാവത്തിൻ്റെ ഉടമകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ ആക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.